വടകര മണ്ഡലത്തിൽ പുതുസാരഥി വന്നണഞ്ഞു. പ്രിയമുള്ള വോട്ടർമാരെ, ഈ വരുന്ന 9-ാം തീയതി കിഴക്കേ ചക്രവാളത്തിൽ പൊൻകിരണങ്ങൾ പെയ്തിറങ്ങി പൊൻസൂര്യനുദിക്കുന്ന അതേ നിമിഷത്തിൽ ഉത്സവ പറമ്പുകളാണെങ്കിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന പാട്ടിന്റെ പിന്നണിയിലുള്ള ആളെന്നുള്ളതിൽ പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയയും AI ഒക്കെ എത്രയൊക്കെ സജീവമായാലും തിരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവനാകുന്നത് അനൗൺസ്മെന്റുകളും പാരഡി ഗാനങ്ങളും വരുമ്പോഴാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് നാട് നീങ്ങിയിരിക്കുകയാണ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തമാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും നടക്കുന്നതും. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് വെള്ളിക്കുളങ്ങരയിലെ പ്ലഗിൻ സ്റ്റുഡിയോയിലാണ്. പലതരം പാരഡി ഗാനങ്ങളും അനൗൺസ്മെന്റുകളും ഒക്കെ ഇവിടെ തയ്യാറാണ്. ഇതിന്റെ ഒരു കാഴ്ചകൾ എങ്ങനെയെന്ന് നോക്കാം. മണ്ഡലത്തിൽ പുതുസാരഥി വന്നണഞ്ഞു. 1 2 3 4 ഇവിടുത്തെ സൗണ്ട് ഡിസൈനർ നിധി പ്ലഗിനാണിത്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ നല്ല തിരക്കിലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പോൾ ശബ്ദ കലാകാരന്മാർക്കൊക്കെ വലിയ ഒരു ഡിമാൻഡുള്ള ഒരു സമയം കൂടിയാണ്. എത്രയൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് തിരക്കുകളും കാര്യങ്ങളും? ഇലക്ഷൻ്റെ വർക്ക് സാധാരണഗതിയിൽ ലേറ്റ് ആയിട്ടാണ് എത്താറുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഇലക്ഷൻ വർക്ക് പ്രചരണങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. കൂടുതലായിട്ട് അനൗൺസ്മെൻറ്റുകളും പിന്നെ പബ്ലിസിറ്റി പാരഡി ഗാനങ്ങളും തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ തുടക്കം തന്നെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തു, ഗുരുവായൂർ, അങ്ങനെ പല സ്ഥലത്ത് അങ്ങോട്ടേക്കുള്ളത് തന്നെ കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ പബ്ലിസിറ്റി ഒക്കെ ഓൾറെഡി ചെയ്ത വർക്കുകൾ കേട്ടിട്ട് തന്നെ ആൾക്കാർ വിളിക്കുക, അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇന്നും ഇപ്പോൾ കുറേ വർക്കുകൾ ചെയ്യാനിരിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടിയും പാട്ടുകളുണ്ട്. തീർച്ചയായും പാട്ടുകളാണെങ്കിലും അനൗൺസ്മെന്റ് ആണെങ്കിലും ഇതിന്റെ ഉള്ളിൽ രാഷ്ട്രീയം ഇല്ല, ജാതി ഇല്ല, മതമില്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാവരും തുല്യരാണ്. ആർക്കാണോ വേണ്ടത് ആവശ്യം അവർ പറയുന്ന രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ പാരഡി ഗാനങ്ങളിൽ ഈ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഗാനങ്ങളായിരിക്കുമല്ലോ കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ യൂത്തിനെ കൂടി നമ്മൾ നോക്കണമല്ലോ ഈ ഒരു സമയത്ത്. യൂത്തിന് ആവശ്യമായിട്ടുള്ള ഇപ്പം പല ഏരിയകളിലും പല രീതിയിലുള്ള പാട്ടുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ റാപ്പ് പാട്ടുകൾ, അങ്ങനത്തെ ഒരു ശൈലിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പാട്ടുകളും ചെയ്യുന്നുണ്ട്. കൂടാതെ നാടൻ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ മെലോഡിയസ് ആയിട്ടുള്ളത് അല്ലാത്തതും അതിലൊക്കെ പാരഡി ഗാനങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിധി എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ? ഞാൻ റെക്കോർഡിംഗ് മേഖലയിൽ സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 8 വർഷമായി. ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പിട്ട് ലൈവ് സൗണ്ട് ആയി വർക്ക് ചെയ്തിട്ടുണ്ട്. വടകര ദ്വാരക സൗണ്ടിലും അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് സൗണ്ടിലേക്കുള്ള തുടക്കം കുറിച്ച് സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഞാൻ 8 വർഷമായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഞാൻ ഡാൻസറായിരുന്നു ശരിക്കും. തുടക്കകാലം ഡാൻസിങ്ങിലൂടെയാണ് കലാമേഖലയിൽ എത്തുന്നത്. അതിലൂടെ പിന്നെ ആ വഴിയിലൂടെ ലൈവ് സൗണ്ടിലെത്തുന്നു. ശേഷം റെക്കോർഡിംഗ് സ്റ്റുഡിയോ. സീരിയലിന്റെ ഈ സിനിമേന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും എൻ്റെ ഭാഗ്യം എന്നോണം ഈ വർഷം പിന്നെ 2025 ചിത്ര ചേച്ചി ആലപിച്ചിട്ടുള്ള ഒരു ഗാനം, ഫിലിമിലുള്ള ഫസ്റ്റ് സോങ്, ഫിലിമിലെ PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നുള്ള ഗാനം ഇല്യാസ് കടമേരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ രചിച്ച് ഫിറോസ് നാദാപുരം സംഗീതം ചെയ്ത് ഫിറോസ് നാദാപുരം ചിത്ര ചേച്ചി ആലപിച്ച മഞ്ഞു മൂടിയ താഴ്വരയിൽ നിന്നുള്ള ഒരു ഹിറ്റ് സോങ്ങിന് എനിക്ക് മിക്സിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്. ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ഫിലിമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. സീരിയലിലെ മണിമുത്ത്, പിന്നെ അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, സൂര്യ TV-യുടെ ഒരു സീരിയലിന് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ ഷോർട്ട് ഫിലിമുകൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൽബം വർക്കുകൾ, ഭക്തിഗാന ആൽബങ്ങൾ, നാടൻ പാട്ടുകൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായതോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സോഷ്യൽ മീഡിയ എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിൽ തന്നെയല്ലേ നമ്മളിപ്പം പാട്ടുകൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആൾക്കാർ പാടിയിടുന്നുണ്ട്. അതിലൊക്കെ ആൾക്കാർ കൂടുക എന്നല്ലാണ്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല. കൂടി വരുന്നേ ഉള്ളൂ. വർക്കുകൾ കൂടുക എന്നല്ലാണ്ട് ഒറ്റ പൊട്ടിക്ക് പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. തീർച്ചയായും പോസിറ്റീവ് ഗുണങ്ങൾ തന്നെയാണ് നമുക്ക് ഈ മേഖലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മാറുക. സോഷ്യൽ മീഡിയയിൽ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് നമ്മൾ വർക്ക് കൊടുക്കാൻ പറ്റണം. ട്രെൻഡിനൊപ്പം മാറുക. അല്ലാതെ പഴയ ശൈലി തന്നെ കീപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെയേ ചെയ്യുള്ളൂ, ഇന്ന് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്ത് അപ്ഡേഷൻ വരുന്നോ, ശബ്ദമേഖലയിൽ സെക്കൻഡുകൾ വെച്ചിട്ട് അപ്ഡേഷൻ വരുന്നൊരു മേഖലയാണ് ശബ്ദമേഖല എന്നുള്ളത്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. അപ്പോൾ ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? ഞാൻ ലൈവ് സൗണ്ടിൽ നിന്ന് ദ്വാരക വടകര എന്ന് പറഞ്ഞിട്ടുള്ള ലൈവ് സൗണ്ടിൽ നിന്നാണ് ശബ്ദകലയിലേക്ക് വരുന്നത്.
ശേഷം ചാലക്കുടി മോങ്സ് മ്യൂസിക് അക്കാദമിയിൽ മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് ചെയ്തു. അത് സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷമാണ് ആ കോഴ്സ് ഞാൻ ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കോഴ്സ് ചെയ്തു. ഇപ്പം സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ ഈ മേഖലയിൽ തന്നെ തുടരുന്നു. അപ്പോൾ ഇതിന് ഒരു പഠനം ആവശ്യമാണ്. കാലത്തിനനുസരിച്ച് ട്രെൻഡുകൾ മാറ്റാൻ വേണ്ടി ഓരോന്നോരോന്നായി പഠിക്കണം. തീർച്ചയായും. പിന്നെ സെക്കൻഡുകൾ അനുസരിച്ചിട്ട് മാറുകയാണ് ശൈലികൾ. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്ഡേഷൻ അനുസരിച്ച് മാറിയില്ലെങ്കിൽ നിലനിൽക്കാനാവില്ല ഫീൽഡിൽ. അങ്ങനെ ഒരു ഫീൽഡാണ്. അപ്പോൾ ഒരുപാട് ചെയ്ത വർക്കുകളിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു അല്ലെ വൈറലായ ഏതാണ് ഒരു വർക്ക്? വൈറലായിട്ടുള്ള വർക്കുകൾ ഒരുപാട് ആൽബം ഗാനങ്ങൾ അതൊക്കെ വൈറലായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു ട്രഡീഷണൽ സോങ് ഉണ്ടായിരുന്നു. ഞാനാണ് അതിൻ്റെ ഓൾറെഡി അത് വരികൾ ആരാന്നോ അല്ലെങ്കിൽ സംഗീതം ആരോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. നാട്ടുകാർ സാധാരണ ജനങ്ങൾ പാടി ആൾക്കാരിലേക്ക് എത്തിച്ചൊരു വർക്കിന് നമ്മുടെ ആൽബം രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. ആ പാട്ടാണ് കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നുള്ള പാട്ട്. തുഞ്ചൻ പറമ്പിൽ നിന്നും എന്ന വരിയുള്ള കേൾക്കണോ പ്രിയ കൂട്ടരെ എന്നുള്ള ആ പാട്ടിന്റെ ആ വരികളൊക്കെ നമ്മൾ തപ്പി കണ്ടെത്തിയിട്ട് പിന്നെ ഉനീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിംഗറിനെ കൊണ്ട് പാടിപ്പിച്ചു. അത് ഏതാണ്ട് 5 മില്യൺ ആൾക്കാർ യൂട്യൂബിലൂടെ കണ്ടു കഴിഞ്ഞു. എല്ലാ ചാനലിലും ഓൾറെഡി അത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പല പരിപാടി. അതെ, തീർച്ചയായും ഇന്ന് നാട് ജനം ഏറ്റെടുത്ത പാട്ടാണ് അത്. അതിന്റെ പിന്നണിയിലുള്ളത് ഞാനാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടുകാർക്ക് പോലും അറിയില്ല. എടുത്തു പറയുന്നു, വരി ഞാനല്ല, സംഗീതം ഞാനല്ല. മുൻപുള്ള പാട്ടിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൽബം രൂപത്തിൽ വായ്പാട്ട് മാത്രമായി നിലനിന്നുകൊണ്ടിരുന്ന പാട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൽബം രൂപത്തിലാക്കി സ്വന്തം ചാനലിൽ തന്നെ റിലീസ് ചെയ്തു. അത് ഡാൻസിനായിട്ടും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ അങ്ങനെ പല ഇല്ല ഒരു യുഗം ഭരിച്ചുകൊണ്ടിരുന്ന ഉത്സവ പറമ്പുകളാണെങ്കിലൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന പാട്ടിന്റെ പിന്നണിയിലുള്ള ആളെന്നുള്ളതിൽ പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഒരുപക്ഷെ ആരും അറിയാത്തൊരു കാര്യം ഈ ഒരു പരിപാടിയിലൂടെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നമുക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. നാട്ടിൽ പോലും അറിയില്ല കാര്യങ്ങൾ, അതിൽ എൻ്റെ ഒരു കൈ ഉണ്ടോ അതിൽ എന്നുള്ളത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും തിരക്കുകളൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അനൗൺസ്മെന്റുകൾ. ഒരു വാഹനത്തിൽ അനൗൺസ്മെന്റ് കടന്നുപോയി കഴിഞ്ഞാൽ ഏറെ നേരം കഴിഞ്ഞാലും നമ്മളിൽ അത് അലയടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകുന്നില്ല എന്നത് തന്നെയാണ് അനൗൺസ്മെന്റുകളുടെ പ്രത്യേകത. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളുകൾക്കും വലിയ തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു കലാകാരനെ പരിചയപ്പെടുകയാണ്. നമ്മുടെ പുറങ്കര സ്വദേശിയായ അരുണാണ്. വോയിസ് ഓഫ് ഹേർട്ട് ബൈ അരുൺ എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആളുകൾക്കും അരുണിനെ അറിയാൻ സാധിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ അനൗൺസ്മെന്റിന്റെ തിരക്കിൽ അരുണും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിശേഷം പങ്കുവയ്ക്കുന്നതിനായി. പുറങ്കര സ്വദേശിയാണ് അരുൺ. അപ്പോൾ അരുൺ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളൊക്കെ? തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്കിലാണുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികൾക്ക് പല പല ജില്ലകളിലായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് ശബ്ദം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ശബ്ദം കൊടുക്കുന്നതിലൂടെ ജനാധിപത്യത്തിന് കരുത്തു പകരാൻ പറ്റുന്നതിൽ അഭിമാനവും സന്തോഷമുണ്ട്. അരുൺ, എത്ര കാലമായി ഈ ഒരു മേഖലയിൽ? ഈ മേഖലയിൽ 1ാം മോദി സർക്കാരിന്റെ കാലം തൊട്ടേ ലൈവ് അനൗൺസ്മെന്റ് തുടങ്ങിയതാണ്. പിന്നീട് അതിലൂടെ കടന്നു വന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ അറിയപ്പെടുന്ന? എല്ലാ പാർട്ടികൾക്കും അനൗൺസ്മെന്റുകൾ ചെയ്യാറുണ്ട്, ഡോക്യുമെന്ററിക്ക് ശബ്ദം കൊടുക്കാറുണ്ട്, പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശബ്ദവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും നമ്മൾ കൈകാര്യം ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, ഒരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു ഉപജീവനം എന്നതിന് അപ്പുറത്തേക്ക് ഒരു ഇഷ്ടം. അതെ അതെ, ഇഷ്ടമാണ്. സാമ്പത്തിക ലാഭം, അതുകൊണ്ടൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല, അതുമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു മേഖലയിൽ വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അരുൺ ഇപ്പോൾ കുറെ കാലമായി വർക്ക് ചെയ്യുന്നു, കുറെ ആളുകളിലേക്ക് അരുൺ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ വോയിസ് ഓഫ് ഹേർട്ട് ബൈ അരുൺ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേരും വോയിസ് ഓഫ് ഹേർട്ട് ബൈ അരുൺ എന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അനൗൺസ്മെന്റുകളൊക്കെ പൊതുവെ ചെയ്യുന്നത് പ്രായം കൂടിയ ആളുകളിലാണ് നമ്മൾ കാണുന്നത്. പൊതുവെ ചെറുപ്പക്കാരൊന്നും കടന്നു വരാത്തൊരു മേഖലയാണ്. അപ്പൊ അരുൺ ഇതിലേക്ക് വന്നത് അരുണിന് ഈ ശബ്ദത്തോടുള്ള ഇഷ്ടം കൊണ്ട്. അതെ അതെ, ഈ ശബ്ദം നൽകുന്നതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പ്രത്യേകിച്ച് പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പഠനങ്ങളൊന്നുമില്ല. സ്വന്തം സ്വന്തം ചെയ്യാൻ. അപ്പൊ ഈ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ്. ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അരുണിന് ഒരു ശ്രദ്ധേയമാണെന്ന് തോന്നിയ ഒരു 2-3 കാര്യങ്ങൾ പറയും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു വർക്ക് ചെയ്തിരുന്നു. പിന്നെ കടത്തനാടിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. VS അച്യുതാനന്ദൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ
ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് അരുൺ പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് തുടങ്ങി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തിരക്കാണ്. ഇനിയും ഒരുപാട് കാലം ഈ ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം അരുണും നിധിയും ഒക്കെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. പ്രിയമുള്ള വോട്ടർമാരെ, നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികൾ നമ്മുടെ വാർഡിൽ നടപ്പിൽ വരുത്താൻ, പാവപ്പെട്ടവന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ കൈയിട്ട് വാരാതെ അർഹരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ട് BJP സ്ഥാനാർത്ഥികൾക്ക് നൽകി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. പ്രിയമുള്ള വോട്ടർമാരെ, ഈ വരുന്ന 9-ാം തീയതി കിഴക്കേ ചക്രവാളത്തിൽ പൊൻകിരണങ്ങൾ പെയ്തിറങ്ങി പൊൻസൂര്യനുദിക്കുന്ന അതേ നിമിഷത്തിൽ നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് നടന്നു നീങ്ങി വിരൽത്തുമ്പിൽ മഷി പടരുമ്പോൾ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ചിരിയിലും കണ്ണുനീരിലും ജീവിതത്തിൻ്റെ എല്ലാ വഴിത്തിരിവുകളിലും താങ്ങായി തണലായി നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന, നാടിൻ്റെ നന്മയും നാടിൻ്റെ ഭാവിയും ഹൃദയത്തിലേറ്റി ജീവിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. പകലിനോട് പോരാടി പാടത്തു നനഞ്ഞു വീഴുന്ന കർഷകന്റെ പൊന്നരിവാളും രക്തവും വിയർപ്പും ചേർത്ത് കല്ലിൽ സ്വപ്നം തീർക്കുന്ന കൽപ്പണിക്കാരന്റെ ചുറ്റികയും പ്രതീക്ഷയുടെ പ്രതീകമായ നാളെയെ തെളിയിക്കുന്ന നക്ഷത്രവും ആ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. വടകര മണ്ഡലത്തിൽ പുതുസാരഥി വന്നണഞ്ഞു. മാറ്റം വരുത്തിടാനായി നാടൊന്നായി ചേർന്നിടുന്നേ. കേൾക്കണേ പ്രിയ കൂട്ടരെ, ഇതാ തിരഞ്ഞെടുപ്പിങ്ങടുത്തേ, നമ്മുടെ ചിഹ്നം മറക്കരുതേ. കേൾക്കണേ പ്രിയ കൂട്ടരെ, ഇതാ തിരഞ്ഞെടുപ്പിങ്ങടുത്തേ, നമ്മുടെ ചിഹ്നം മറക്കരുതേ. വടകര മണ്ഡലത്തിൽ പുതുസാരഥി വന്നണഞ്ഞു. മാറ്റം വരുത്തിടാനായി നാടൊന്നായി ചേർന്നിടുന്നേ. നമ്മളിവിടേക്ക് കയറി വരുമ്പോൾ ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. അപ്പോൾ പാടിക്കൊണ്ടിരുന്നത് അജേഷാണ്, കല്ലാച്ചി സ്വദേശിയാണ്. അപ്പോൾ തിരക്ക് തുടങ്ങിയോ? തിരക്കൊക്കെ തുടങ്ങി. എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ? ഇപ്രാവശ്യം നേരത്തെ തുടങ്ങി. ഇലക്ഷൻ്റെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ. കുറെ പാട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല പാർട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ പാട്ട് പാടിയോ ഇപ്പൊ? പാടി വൈറലായ പാട്ടൊക്കെ. അപ്പൊ അജേഷ് എത്ര കാലം ഈ ഒരു രംഗത്തുണ്ട്? 10-15 വർഷം. പാടുന്നുണ്ട്. പാടുവോ? അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗായകർക്കും ഒക്കെ വലിയ തിരക്കാണല്ലേ? അപ്പോൾ എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്? കൂടുതലും മെലഡികളാണ്. മലയാളം മെലഡികളാണ് കൂടുതൽ പാടാറ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മെലഡി അല്ലല്ലോ ആവശ്യം. അതിൻ്റെതായ രീതിയിൽ സ്പീഡ് സോങ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാടും. പിന്നെ സ്റ്റേജ് ഷോയിലൊക്കെ ആണെങ്കിൽ മെലഡികളാണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അജേഷിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഒരുപാട് ആളുകൾക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ഉപജീവനത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം. കൊറോണയ്ക്ക് ശേഷം വലിയൊരു പ്രതിസന്ധിയാണ് കലാകാരന്മാരൊക്കെ അനുഭവിച്ചു വരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരാനുള്ള ഒരു സമയം കൂടിയാണ് തിരഞ്ഞെടുപ്പ് കാലം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ആശംസകൾ. കേൾക്കണേ പ്രിയ കൂട്ടരെ, ഇതാ തിരഞ്ഞെടുപ്പിങ്ങടുത്തേ, നമ്മുടെ ചിഹ്നം മറക്കരുതേ. കേൾക്കണേ പ്രിയ കൂട്ടരെ, ഇതാ തിരഞ്ഞെടുപ്പിങ്ങടുത്തേ, നമ്മുടെ ചിഹ്നം മറക്കരുതേ. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റേ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.